ലക്ഷദ്വീപിലേക്ക് വന്നപ്പോൾ എനിക്ക് സംഭവിച്ച കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അഗത്തി ഐലൻഡിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു 3 ദിവസം കൊണ്ട് കണ്ടു തീർക്കാനുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ മികച്ചൊരു കാര്യമാണ്. എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒന്നാമത്തെ മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഷിപ്പിലൊക്കെ തിരിച്ചു പോവാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം, എന്നും നമുക്ക് ഷിപ്പ് ഉണ്ടാവും, ഡെയിലി ഷിപ്പ് 1-2 ഷിപ്പൊക്കെ ഉണ്ടാവും എന്നുള്ള നിലയിലായിരുന്നു. ഞങ്ങളൊരു തെറ്റിദ്ധാരണയായിരുന്നു. അതിവിടെ വന്നപ്പോൾ ഏതായാലും മാറി കെട്ടിയിട്ടുണ്ട്. ചില പെർട്ടിക്കുലർ ദിവസങ്ങളിൽ മാത്രമേ ഇവിടുന്ന് നമുക്ക് മറ്റു ദ്വീപുകളിലേക്ക്, അഗത്തിയിൽ നിന്നാണെങ്കിൽ കവരത്തിയിലേക്കും മറ്റു ദ്വീപുകളിലേക്കൊക്കെ ഷിപ്പുകളുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ കവരത്തിയിൽ നിന്നൊക്കെ തന്നെയും കൊച്ചിയിലേക്കുള്ള ഷിപ്പാണെങ്കിലും ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൃത്യമായി തന്നെ അന്വേഷിച്ച് മുൻകൂട്ടി തന്നെ അതിന് ടിക്കറ്റ് കൂടെ എടുത്ത് വെക്കാൻ എന്തായാലും ശ്രദ്ധിക്കാം. കാരണം ഞങ്ങൾക്ക് സംഭവിച്ചുള്ള മറ്റൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ഞങ്ങൾ ഷിപ്പിന് ആവശ്യമായിട്ടുള്ള ടിക്കറ്റുകളൊന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ നമുക്ക് ഷിപ്പിൽ ടിക്കറ്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങളൊരു കാരണവശാലും ചെയ്യാതിരിക്കുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പെർമിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ പെർമിറ്റിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അഗത്തി ദ്വീപിലേക്കുള്ള പെർമിറ്റും അതേപോലെ തന്നെ കവരത്തി ദ്വീപിലേക്കുള്ള പെർമിറ്റാണ്. പിന്നീട് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോ ദ്വീപിലേക്ക് പോകാനും സെപ്പറേറ്റ് ആയിട്ടുള്ള പെർമിറ്റ്, നമ്മൾ എടുക്കുന്ന പെർമിറ്റ് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ള പെർമിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷദ്വീപ് ഐലൻഡുകളിലെ മറ്റു ദ്വീപുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്കുകളെക്കുറിച്ച്, എനിക്ക് വന്നിട്ടുള്ള ചില തെറ്റുകളെക്കുറിച്ച് കൃത്യമായ നിലയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങാനും നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രിപ്പ് പോയി കോൺടാക്ട് ചെയ്യാം. നമ്മൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PCC, അതുപോലെ തന്നെ പെർമിറ്റ്, ഇങ്ങോട്ടേക്ക് വരാനുള്ള ടിക്കറ്റ്, ഇവിടുത്തെ സ്റ്റേ, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഇവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ലക്ഷദ്വീപിലേക്കൊക്കെ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന വല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കണ്ടുകിട്ടാം.